കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന നെയ്യാട്ടത്തിനുള്ള നെയ്യുമായി പോകേണ്ട നെയ്യമൃത് വ്രതക്കാർ മഠങ്ങളിൽ പ്രവേശിച്ചു. കഠിനവ്രതം ആരംഭിച്ചു. 10 ദിവസത്തെ വേറവെപ്പ് ചടങ്ങിന് ശേഷമാണ് ബുധനാഴ്ച മഠങ്ങളിൽ പ്രവേശിച്ച് കഠിനവ്രതം തുടങ്ങിയത്. തിരുവോണപ്പുറം നെയ്യമൃത് മഠത്തിൽ 31 പേരാണ് ഇത്തവണ മഠം കാരണവർ ചീക്കപ്രവൻ മോഹനൻ കാരണവരുടെ നേതൃത്വത്തിൽ വ്രതം നോൽക്കുന്നത്. ഇന്ന് ആയില്യം നാൾ മഠത്തിൽ പ്രവേശിച്ചു. അതോടൊപ്പം തന്നെ കലശം കുളി എന്ന ചടങ്ങ് നടന്നു. ഇനി 6 ദിവസം ഞങ്ങൾ ഈ മഠത്തിൽ തന്നെ, ഞങ്ങൾ 31 പേരുണ്ട്, മഠത്തിൽ തന്നെ കഴിയുകയാണ്, വീട്ടിലേക്ക് പോകില്ല. പിന്നെ ആറാമത്തെ ദിവസം നെയ്ക്കിണ്ടിയിൽ നെയ്യ് നിറച്ച് അന്നിവിടെ ഞങ്ങൾ സൂക്ഷിച്ച് പിറ്റേ ദിവസം രാവിലെ 7-ാം ദിവസം രാവിലെ കൊട്ടിയൂരിലേക്ക് പുറപ്പെടും. തിരുവോണപ്പുറം മഹാവിഷ്ണു ക്ഷേത്ര മേൽശാന്തി വിഷ്ണു നമ്പൂതിരി മഠത്തിൽ പ്രവേശിക്കുന്നതിന്റെ ഭാഗമായുള്ള കലശംകുളി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മെയ് 21 അർദ്ധരാത്രിയോടെ അക്കരെ കൊട്ടിയൂർ സന്നിധാനത്ത് സ്വയംഭൂവിൽ നെയ്യഭിഷേകം നടക്കുക. 5 ദിവസത്തെ കഠിനവ്രതത്തിനു ശേഷം വ്രതക്കാർ 21 പുലർച്ചെ നെയ്യുമായി കൊട്ടിയൂരിലേക്ക് പുറപ്പെടും. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ.